ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ തിരുവനന്തപുരം തൊട്ടിൽപ്പാലം KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ പ്രതിഷേധം. പത്തനംതിട്ട സ്വദേശിയായ ലക്ഷ്മി ആർ ശേഖറാണ് ബസ്സിനുള്ളിൽ ആദ്യം പ്രതിഷേധം അറിയിച്ചത്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? പിന്നാലെ സിനിമ നിർത്തിവെച്ചു. നിർബന്ധമായിട്ട് നമുക്ക് സിനിമ കാണണമെന്ന് നിർബന്ധമില്ല. അതെ, ഒത്തിരി പേരുണ്ടാവും. ഇവിടുത്തെ വിഷയം എന്താ? ഈ സിനിമ ഇതിനകത്ത് കാണാൻ പറ്റില്ലെന്നേ പറഞ്ഞുള്ളൂ. ഞങ്ങള് വനിതകൾക്ക് ഈ സിനിമ കാണാൻ ഇതിനകത്ത് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾ കൂടുതൽ അലക്കണ്ട, മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി. നീ വലിയവനാടാ. ആളാകാൻ നോക്കണ്ട, ദിലീപിനെ പോലെ ആകാൻ നോക്കണ്ട കേട്ടോ. കോടതി പന്ത് ഇവിടെ വന്നിട്ടുണ്ട്, പല കോടതികളുണ്ട്. ഇത് താഴത്തെ കോടതി മാത്രം. ആരും എന്ത് പറഞ്ഞോളാം, ഇവിടെ ഈ സിനിമ കാണാൻ വയ്യ. ഇങ്ങനെ തന്നെ വേണം. തിരുവനന്തപുരത്ത് നിന്ന് തൊട്ടിൽപ്പാലത്തേക്ക് പോയ സൂപ്പർ ഫാസ്റ്റ് KSRTC ബസ്സിൽ നടന്നൊരു സംഭവത്തിന്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്താണ് ഈ സിനിമ ഇങ്ങനെ പ്രദർശിപ്പിച്ചപ്പോൾ പ്രതിഷേധം ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ബസ്സിനുള്ളിൽ കാരണം ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ. വർഷങ്ങളോളം അതിജീവിച്ച ഒരു നടി ഫേസ് ചെയ്ത എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും ഫേസ് ചെയ്ത് വന്നൊരു നടിയുടെ കേസിൽ നടന്നൊരു വിധി അത് തികച്ചും അന്യായമാണെന്ന് പൊതുസമൂഹത്തിന് അറിയാം. 100% ഞാൻ യോജിക്കുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ അവൾക്കൊപ്പം നിൽക്കുക, അതിജീവിതയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ആത്മാഭിമാനമുള്ള ഏതൊരു വനിതയും ചെയ്യേണ്ടുന്നത്. അപ്പം ഞാൻ KSRTC ബസ്സിൽ കേശവദാസപുരത്തു നിന്നും കയറി. അപ്പോൾ എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, കൂടി മോനും ഹസ്ബൻഡും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയപ്പോൾ തന്നെ ഈ മോൻ പറഞ്ഞു, അമ്മേ വേണ്ടി ഈ സിനിമയാണല്ലോ അമ്മ ഇട്ടേക്കുന്നത് എന്ന് മോനാണ് പറഞ്ഞത്. അപ്പം ഞാൻ ശ്രദ്ധിച്ചു. അപ്പം ദിലീപിൻ്റെ സിനിമയാണ്. അപ്പോൾ ആ സിനിമ കണ്ടുകൊണ്ട് അടൂര് വരെയാണ്, പത്തനംതിട്ടയാണ് എൻ്റെ സ്വദേശം, അടൂര് വരെയാണ് എനിക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ കേശവദാസപുരത്ത് നിന്ന് അടൂര് വരെ ആ സിനിമ കണ്ടുകൊണ്ട് അതിനകത്ത് ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ട് ഇത്രയും 2-2.5 മണിക്കൂർ ഇരിക്കാൻ പറ്റില്ല, നിങ്ങൾ ഈ സിനിമ നിർത്തുമോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എനിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. വട്ടപ്പാറയ്ക്ക് ടിക്കറ്റും തന്നു. അപ്പം അത് കഴിഞ്ഞ് എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ട് വീണ്ടും വീണ്ടും ഇത് കണ്ടും കേട്ടും ഇരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ ഇറങ്ങി. ഭൂരിപക്ഷം വരുന്ന കണ്ടക്ടറുടെ പിന്നെ അതാണ് കാരണം, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ എന്നുള്ള നിലയ്ക്കാണ് പുള്ളി പറഞ്ഞത്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഈ മുഴുവൻ വനിതകളോടും, അവിടെ ഇരിക്കുന്ന മുഴുവൻ വനിതകളോടും, ആ സൈഡിലിരുന്ന മുഴുവൻ ബസ്സിലുണ്ടായിരുന്ന ഏകദേശം പൂർണ്ണമായും ആൾക്കാരോടും ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ദിലീപിൻ്റെ സിനിമ കാണാൻ, ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നാണ് അവരുടെ മറുപടി. ഒന്നോ രണ്ടോ പേര് മാത്രമാണ് അതിൽ അങ്ങനെയല്ല, കോടതി വിധി വന്നതല്ലേ എന്നുള്ള രീതിയിൽ പ്രതികരിച്ചത്. ബാക്കി മുഴുവൻ പേരും, പ്രത്യേകിച്ച് സ്ത്രീകൾ ഒന്നടങ്കം പറഞ്ഞു ഞങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമില്ലാന്ന്. അവരും ഒപ്പം നിന്നതിൻ്റെ ഒരു ബലത്തിലാണ് ഞാൻ കണ്ടക്ടറോട് ഭൂരിപക്ഷം വരുന്ന ഇത്രയും സ്ത്രീകൾക്കും ഈ സിനിമ കാണണ്ട, അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ നിർത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ നിർത്തിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു കൂടുതൽ ആളുകൾ നമുക്കൊപ്പം നിന്നു അല്ലേ? 99% ആ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാർ നമുക്കൊപ്പം നിന്നു. അത് പൊതുജനത്തിൻ്റെ ഒരു മനസ്സുകൂടിയാണ്. ഒരു ചെറിയൊരു പരിച്ഛേദമാണല്ലോ ബസ്സിനുള്ളിൽ കണ്ടത്. KSRTC ബസ്സാണ്, പൊതുജനം ടാക്സ് കൊടുക്കുന്ന ബസ്സാണ്. അവിടെ വനിതകളായിട്ടുള്ള ഞങ്ങൾക്ക് ഈ സിനിമ കാണണ്ട, ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈ സിനിമ കാണാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് നിർത്തി തന്നു. ആ സിനിമ നിർത്തിച്ചു. അങ്ങനെയാണ് ഞാൻ തുടർന്ന് അടൂര് വരെ യാത്ര ചെയ്തത്. എന്തായാലും ഇതാണ് ബസ്സിനുള്ളിൽ ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.